പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ആചാരമാണ് വീട് വെക്കുമ്പോൾ കന്നിമൂല നോക്കലും ഗൃഹപ്രവേശ സമയത്തുള്ള പാലു കാച്ചലുമൊക്കെ. ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് ഒരു സഹോദരൻ അൽ-ഇജാബയിലേക്ക് എഴുതിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഒരു നാമമാണ് അർ-റഹ്മാൻ, പരമകാരുണ്യൻ. മതമേതെന്നോ വർണ്ണവും വർഗവും ഏത് എന്ന് നോക്കാതെ സകലമാന ജന്തുജാലങ്ങൾക്കും അപാരമായ കാരുണ്യം ചൊരിയുന്നവൻ. ആ റബ്ബിൻ്റെ അനുഗ്രഹത്തിലാണ് നാം ഓരോ നിമിഷവും ജീവിക്കുന്നത്. എണ്ണിയാലൊടുങ്ങാത്ത കയ്യും കണക്കുമില്ലാത്ത ധാരാളം അനുഗ്രഹങ്ങൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഒരാൾക്ക് അയാളുടെ കുടുംബത്തിനൊക്കെ താമസിക്കുവാൻ ഉള്ള വീട്. വീടില്ലാത്ത വാടക വീടുകളിലോ കടത്തിണ്ണകളിലോ ഒക്കെ രാത്രി കഴിച്ചു കൂട്ടുന്ന ആളുകളെ കാണുമ്പോൾ ഒരു ചെറിയ വീടുള്ള ആളും ഞാൻ എത്രമാത്രം വലിയ സൗകര്യത്തിലും അനുഗ്രഹത്തിലുമാണ് എന്ന് ബോധ്യമാവും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക ഒരു വിശ്വാസിയുടെ, ഒരു മനുഷ്യൻ്റെ തന്നെ ബാധ്യതയാണ്. എന്നാൽ വളരെ ഖേദകരമെന്ന് പറയട്ടെ, വീട് വെക്കുന്ന 1-ാം തീയതി മുതൽ തുടങ്ങുന്നു അള്ളാഹുവിനോടുള്ള ധിക്കാരം പ്രവർത്തിക്കാൻ. അതും വിശ്വാസികളാണെന്ന് പറയുന്ന ആളുകൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരുടെ വീടുകൾക്ക്, അല്ലെങ്കിൽ അവിടുത്തെ വീടുകൾക്ക് ഹുജറാത്ത് എന്നാണ് പറയുക. റൂമുകൾ, അറകൾ എന്നൊക്കെയാണ്. തവക്കുലിനെ കുറിച്ച് പഠിപ്പിച്ചു തന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദാ ഖദർ, ഈമാൻ കാര്യങ്ങളുടെ റുക്കിനിൻ്റെ ഒരു ഭാഗമായി പഠിപ്പിച്ചു തന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന് നന്ദി ചെയ്യണേ എന്ന് പഠിപ്പിച്ചു തന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാർക്ക് ഒരു അറയൊരുക്കിയപ്പോൾ, ഒരു റൂം, ഒരു വീടൊരുക്കിയപ്പോൾ, ഇന്ന് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങളാണെന്ന് പറയുന്ന ആളുകൾ പലരും ചെയ്യുന്ന സമയം നോക്കലോ പാല് കാച്ചലോ കന്നിമൂലയോ സ്ഥാനം നോക്കലോ എന്ന് വേണ്ട പല കാര്യങ്ങൾ അതിൽ ഒന്നുപോലും ചെയ്തിട്ടില്ല. വളരെ വിശദമായി ആ വിഷയം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷമുള്ള സമൂഹത്തിന് ഒരു വിശ്വാസമുണ്ട്. വാസ്തുശാസ്ത്രം, വാസ്തുവിദ്യ എന്നൊക്കെയാണ് അതിന് പറയുക. വാസ്തുവിദ്യയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള എല്ലാ വിശ്വാസങ്ങളും കടന്നു വന്നിരിക്കുന്നത്. മുസ്ലിങ്ങൾ ഈ നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഈ നാട്ടിലുണ്ടായിരുന്ന പല ആചാരങ്ങളും കടമെടുത്തതുപോലെ കടമെടുത്ത ജീവിതത്തിൽ അറിയാതെ സ്വീകരിച്ചു പോയൊരു കാര്യമാണ് വീടുണ്ടാക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാസ്തുശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീടുണ്ടാക്കൽ. ഒരു ഉദാഹരണം പറയാം. കന്നിമൂല എന്ന് പറയുന്ന ഒരു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലക്കാണ് കന്നിമൂല എന്ന് പറയുക. വാസ്തുവിദ്യ അനുസരിച്ച് തെക്ക് പടിഞ്ഞാറേ മൂല അഥവാ കന്നിമൂലയിൽ ഉള്ളത് നിർധൃതി എന്ന് പറയുന്ന ഒരു അസുരനാണ്. മറ്റു ദിക്കുകളെയൊക്കെ പല ആളുകളും നോക്കുമ്പോൾ ഈ ദിക്കിനെ കാക്കുന്നതും സംരക്ഷിക്കുന്നതും നിർധൃതിയാണ്. അയാളുടെ പ്രത്യേകത വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്. അതുകൊണ്ട് പ്രസ്തുത ഭാഗങ്ങൾ കക്കൂസ് ഉണ്ടാക്കാൻ പാടില്ല. ഒരു പൂജാമുറി മാത്രമേ പാടുള്ളൂ, ചെറിയ ഒരു പൂജാമുറി മാത്രമേ പാടുള്ളൂ. ഇതാണ് സത്യത്തിൽ കന്നിമൂല. ഇത് ഹൈന്ദവ വിശ്വാസമാണ്, അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസത്തിൽപ്പെട്ട ചിലരുടെ വിശ്വാസമാണ്. ആ ഒരു വിശ്വാസം അങ്ങനെ തന്നെ മുസ്ലിം സമൂഹം കടമെടുത്തു. പലപ്പോഴും ഈ വിശ്വാസത്തിലുള്ള പല ആശാരിമാരുമാണ്, എത്ര നല്ല വലിയ എഞ്ചിനീയർ ഉണ്ടായിരുന്നാലും ശരി, അവരെയൊക്കെ മാറ്റി നിർത്തി ഇത്തരം വിശ്വാസത്തിലുള്ള ആളുകളെ കൊണ്ടുവന്ന് കുറ്റിയടിക്കൽ മുതൽ തുടങ്ങുന്നു റബ്ബുമായുള്ള അവരുടെ ധിക്കാരം. എന്തേ അവന് ഖദാ ഖദർ വിശ്വാസമില്ലേ? എന്തുകൊണ്ട് അവന് അള്ളാഹുള്ള തവക്കുൽ വിശ്വാസമില്ല? ഖൈറാകട്ടെ ഷർറാകട്ടെ എല്ലാ കാര്യങ്ങളും നൽകുന്നത് അള്ളാഹു ആകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം എങ്ങനെയാണ് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വീട് വലുതാക്കിയാൽ, അല്ലെങ്കിൽ അവിടെ
പ്രാർത്ഥനാ മുറിയല്ലാത്ത മറ്റേതെങ്കിലും കക്കൂസ് തന്നെ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളുണ്ടാകും എന്ന് വിശ്വസിക്കുക. ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ തികച്ചും അനിസ്ലാമികമാണ്. നന്ദി ചെയ്യേണ്ടതിന് പകരം നന്ദി കേടാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാകും. അത് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. ഉദാഹരണമായി, ഒന്ന്, നല്ല അയൽപക്കമുള്ള ഒരു സ്ഥലത്ത് വീട് വെക്കുക എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നതാണ്. വായു സഞ്ചാരമുള്ള ഇടുക്കമില്ലാത്ത കുടിസല്ലാത്ത റൂമുകളുള്ള വീടുകൾ ഉണ്ടാക്കുക. മറ്റൊരാൾക്ക് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ ആസകലം കാണുന്ന രൂപത്തിൽ ഒരു മറയില്ലാത്ത രൂപത്തിൽ വീട് വെക്കാതിരിക്കുക. മറ്റൊരുത്തൻ്റെ കിണറിൻ്റെ ഭാഗത്തോ അവന് ശല്യമുണ്ടാകുന്ന രൂപത്തിലോ തങ്ങളുടെ കക്കൂസ് ഉണ്ടാക്കാതിരിക്കുക. അല്ലെങ്കിൽ മറ്റൊരാളുടെ കക്കൂസ് ഉണ്ടാക്കുന്ന ഭാഗത്ത് തൻ്റെ കിണറുണ്ടാക്കാതിരിക്കുക. ഇങ്ങനെ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അത് വെച്ചുകൊണ്ട് വീടുണ്ടാക്കുക എന്നല്ലാതെ തനിക്ക് എത്ര സെൻറ്റ് സ്ഥലമാണോ ഉള്ളത് അതിന് അനുയോജ്യമായ ഒരു വീട് നല്ല പ്ലാൻ ചെയ്യുന്ന ഒരു എഞ്ചിനീയർ അടുക്കൽ പോയി അയാളെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുക എന്നല്ലാതെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും വീട് ഉണ്ടാക്കുവാൻ പാടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.